സമയത്ത് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, നിങ്ങൾക്ക് ബ്ലൗസ് അടിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അമ്മയുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ തോന്നും നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചതാണെന്ന്. പക്ഷെ നമ്മളെ കൊണ്ട് ഉള്ള മോട്ടിവേഷനൊക്കെ തന്ന് നമുക്ക് അടിക്കാനുള്ള ചുരിദാർ മാത്രം നമ്മൾ എങ്ങനെയൊക്കെയോ പഠിച്ച്. അതായത് ഒരു മെഷീൻ വാങ്ങിച്ചു തന്നിട്ട് നിങ്ങളെ വെട്ടിക്കോ അടിച്ചോ എന്ന് പറഞ്ഞിട്ട് അന്യായ പ്രോത്സാഹനം തന്നു കഴിഞ്ഞാൽ ആരായാലും ചെയ്തു പോകുമല്ലോ. പിന്നെ അമ്മയുടെ ഐഡിയ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലൗസ് കൂടെ ഞങ്ങളെങ്ങാനും പഠിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ബ്ലൗസ് പുറത്തടിപ്പിക്കാൻ കൊടുക്കണ്ടല്ലോ. പക്ഷേ ആ സ്ട്രാറ്റജി ഞങ്ങളുടെ അടുത്ത് നടപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പുറത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ തുടങ്ങി കേട്ടോ. ബ്ലൗസ് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അടിക്കാനായിട്ട് അറിയില്ല, പിന്നെ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയില്ല. അപ്പോൾ അമ്മയ്ക്കിപ്പോൾ ചുരിദാറൊക്കെ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ബ്ലൗസിന്. പുറത്ത് കൊടുത്ത് നോക്കിക്കുമ്പോൾ 400, 500, 600 റേറ്റ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഇത് പുറത്ത് കൊടുക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ട് മാത്രം ഞങ്ങൾ രണ്ടുപേരും ഇതും അങ്ങ് ഇരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഓണത്തിന് വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ബ്ലൗസായിരുന്നേ. ഇതിൻ്റെ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ബ്ലൗസാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനെടുത്ത തുണിയുടെ അളവ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ച് പണ്ടാരടങ്ങും. അതെന്താണെന്നല്ലേ, ഇതിൻ്റെ ബോഡി പോർഷനിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് 1 മീറ്റർ ഈ പ്ലെയിൻ തുണി. അതും വെച്ചിട്ട് അവൾ എന്താണ് അവിടെ കാട്ടിക്കൊണ്ടതെന്നുള്ളത് അവൾക്കും എനിക്കും പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ അറ്റംപ്റ്റ് ആണല്ലോ. ഇനി ഇതെങ്ങാനും പാളിപ്പോയി കഴിഞ്ഞാൽ സാധാ മിഡിയുടെ ടോപ്പിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ക്രോപ്പ് ടോപ്പ് ആക്കാമല്ലോ എന്നുള്ളതായിരുന്നു മൈൻഡിൽ. പിന്നെ വേറൊരു ടെൻഷനും കൂടെ ഉണ്ടായിരുന്നു. ഓണത്തിന് ഡ്രസ് കോഡായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ നന്നായിട്ടില്ലെങ്കിൽ ഓണപ്പരിപാടിക്ക് എന്നെ കൂട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടെൻഷൻ മനസ്സിൽ വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് പ്രിൻസസ് കട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. വേറെ വല്ല കട്ടും ചെയ്യണമെങ്കിൽ നമുക്ക് ആ കട്ടിങ് അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രിൻസസ് കട്ടിൽ അങ്ങനെ അടിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇങ്ങനെ ആനയുടെ തുമ്പിക്കൈ പോലെയൊക്കെ ആയിട്ടുള്ള ഈ പരിപാടികൾ എന്താണെന്ന് എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നീട് അവളെ എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്യുന്നത് കണ്ട് പിന്നെ അവസാനത്തെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്, രസമുണ്ട്.